ഓം പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഗുരുദേവനും കോലത്തുകരെ, ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അനുകമ്പാമൂർത്തിയായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് കോലത്തുകരയുമായുള്ള ബന്ധവും അതിനോടനുബന്ധിച്ച് അവിടെയുള്ള ഓരോ ആളുകളുടെ അനുഭവ കുറിപ്പുകളുമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഇന്നും അവിടെ ജീവിച്ചിരിക്കുന്ന കുറച്ച് വ്യക്തികൾ നൽകിയ അനുഭവങ്ങൾ. അതിൽ ഇന്ന് നമ്മൾ പറയുന്നത് ഡോക്ടർ ഗീത അനിയൻ ഇപ്പോൾ താമസിക്കുന്നത് മുണ്ടക്കയത്താണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ആ കുടുംബത്തിന് ലഭിച്ചത് എങ്ങനെയെന്നാണ് പറയുന്നത്. ഏത് കാര്യവും വിഘ്നം കൂടാതെ നടക്കണമെങ്കിൽ വിഘ്നേശ്വര ഭഗവാൻ ആവശ്യമെന്ന് സ്വാമി തൃപാദങ്ങൾക്ക് അറിയാം. അതിനാലായിരിക്കാം ഒരു നാൾ അവധൂതനായി ഏറെ നാളത്തെ ദേശാടനം കഴിഞ്ഞ് പുണ്യഭൂമിയായ കോലത്തുകരയിലെത്തി തിരുസന്നിധിയിൽ വിലയം പ്രാപിച്ച ജടാധര സ്വാമികൾ സ്വാമി തൃപാദങ്ങളുടെ നിർദ്ദേശാനുസരണം സിദ്ധന്റെ കൈവശമുണ്ടായിരുന്ന, അതായത് ജടാധര സ്വാമികളുടെ കൈവശമുണ്ടായിരുന്ന ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ജടാധര സ്വാമികളുടെ സമാധിക്ക് മുകളിലാണ് വിഘ്നേശ്വര ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. ഉത്തര ദിക്കിലേക്കുള്ള ഗണപതി ഭഗവാന്റെ കടാക്ഷം വൈദികവും ഭൗതികവും ആത്മീയവുമായ ശാന്തി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജടാധര സ്വാമികൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തിരുന്നത് ഈ ലേഖികയുടെ, അതായത് ഗീതാനിയൻ അവറുകളുടെ അമ്മയുടെ അമ്മ ഭാർഗവി അമ്മയാണ്. ഇവരുടെ കുടുംബ വീട്ടിലെ പൂജാമുറിയിലായിരുന്നു ജടാധര സ്വാമികൾ കുറെ നാള് വിശ്രമിച്ചിരുന്നത്. മഞ്ഞളിൽ പാകം ചെയ്ത നെല്ലുകുത്തരിയും തേങ്ങാപ്പാലും ചേർത്ത വിഭവമായിരുന്നു ജടാധര സ്വാമിയുടെ ഭക്ഷണം. അമ്മൂമ്മ ഭാർഗവി അമ്മയാണ് ഈ പ്രത്യേക ഭക്ഷണം തയ്യാറാക്കി കൊടുത്തിരുന്നത്. ഈ കുടുംബ വീട്ടിൽ മഹാഗുരു നൽകിയ ഒരു വെള്ളി നാണയം ഉണ്ട്. സ്വാമി തൃപാദങ്ങൾ നൽകിയ വെള്ളി നാണയം അന്നത്തെ കാലത്ത് തൂണുകളുള്ള വീടിന്റെ മുൻവശത്തായിട്ടാണ് ഇട്ടിരുന്നത്. നാണയം ഉള്ളതുകൊണ്ടായിരിക്കാം അക്കാലത്ത് അപ്പൂപ്പൻ ശങ്കരൻ മുതലാളിക്ക് 50ഓളം തറികൾ വരുന്ന നെയ്ത്തുശാലയും മറ്റും ഉണ്ടായിരുന്നു. തറിയിൽ നെയ്ത മുണ്ട് അപ്പൂപ്പൻ കൊല്ലത്ത് ആർ ശങ്കറിനും കൊടുക്കുകയും ചെയ്തിരുന്നു. അനേകം ഭൂമി സ്വത്തുക്കൾ ഗുരുദേവ അനുഗ്രഹത്താൽ വാങ്ങാനും ഈ കുടുംബത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ ശങ്കരൻ മുതലാളിയുടെ സഹോദരി പാർവതി അമ്മൂമ്മയുടെ വിവാഹം നടത്തിയത് മഹാഗുരുവാണ്. കോലത്തുകരയുടെ ശ്രീനാരായണാശ്രമം എന്നറിയപ്പെടുന്ന സ്ഥലം അമ്മൂമ്മ ഭാർഗവി അമ്മയുടെ അനുജത്തിയുടെ സ്ഥലം ഭഗവാന് പാദകാണിക്കയായി സമർപ്പിക്കുകയായിരുന്നു. ഈ ലേഖികയുടെ പിതാവ് ഡോക്ടർ ശ്രീനിവാസൻ കുട്ടിയായിരുന്നപ്പോൾ മഹാഗുരുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണാശ്രമം, മഹാഗുരു വിശ്രമിച്ചിരുന്ന സ്ഥലം, കട്ടിൽ, മെതിയടി, കമണ്ടലു, ഈ പരിപാവനമായ മുറികൾ, അമ്മയാണ് ഈ മുറികളൊക്കെ വൃത്തിയാക്കിയിരുന്നത്. ഈ ലേഖികയുടെ അമ്മ, അതായത് ഗീതാകുമാരിയുടെ അമ്മ. അമ്മയുടെ ജനനവും തിരുവാതിര മഹോത്സവത്തിന്റെ ദിവസമായിരുന്നു. പ്രതിബന്ധങ്ങൾ ജീവിത അനുഭവമായി മാറുമ്പോൾ നമ്മെ ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച അനുകമ്പമൂർത്തിയായി, അൻപായി രക്ഷാകവചം ഒതുക്കിത്തരുന്ന അനുകമ്പമൂർത്തിയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും വീർപ്പുമുട്ടിച്ച സംഭവം എൻ്റെ മകളുടെ വിയോഗം, അതായത് ഡോക്ടർ ഗീത അനിയൻ അവറുകളുടെ മകളുടെ വിയോഗം. അതിൽ നിന്ന് തരണം ചെയ്യാൻ സഹായിച്ച ഗുരുദർശനം എന്നെന്നും എൻ്റെ ഹൃദയ നികുഞ്ചത്തിൽ മുത്തുരത്നമായി സൂക്ഷിക്കുന്നു, കെടാവിളക്കായി. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ അവതരണം ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.